ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെട്രിക്സസ് ആയിരുന്നു. മെട്രിക്സസിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് മെട്രിക്സിൻ്റെ കണ്ടിന്യൂസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളെ കോഫാക്ടർ, അഡ്ജോയിൻ്റ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ കോഫാക്ടർ മൈനർ എങ്ങനെയാണ് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു അല്ലേ. അപ്പം ഇങ്ങനെ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കോഫാക്ടർ മെട്രിക്സ് ഉണ്ട്. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെ കാര്യങ്ങളും എടുത്ത് എഴുതി അങ്ങനെ കിട്ടുന്ന മെട്രിക്സിൻ്റെ പേരാണെന്ത്, കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെട്രിക്സ് വന്നു 2 3 -1 4, ഇത് എ. ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കാണണം. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കാണാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ എലമെൻറ്റും എടുത്ത് ചെയ്യണം. ആദ്യം 2ൻ്റെ എടുക്കുക, 2 ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ അത്ര കിട്ടിയ അതിൻ്റെ ആൻസർ 4 അല്ലേ. ആദ്യം മൈനറാണ് കാണാം. മൈനർ കിട്ടിക്കഴിഞ്ഞാൽ കോഫാക്ടർ. മൈനർ കിട്ടുമ്പോൾ ഇവിടെ നോക്കിയാൽ മതി, പ്ലേസ് വാല്യൂ നോക്കിയാൽ മതി. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോ, എന്നാൽ പിന്നെ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പോൾ A11 ആയതുകൊണ്ട് സൈൻ ചേഞ്ചിൻ്റെ ആവശ്യമില്ല, അപ്പോൾ കിട്ടുന്ന വാല്യൂ തന്നെ. ഇനി അടുത്തത് ഇതാണ് എടുക്കുന്നത്. ഇതെടുത്താൽ ഇത് ഡിലീറ്റ് ചെയ്യുക, ഇതും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ആൻസർ എത്രയാണ്, -1 ആണ് കിട്ടുക അല്ലേ. -1ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, കാരണം 1 + 2 3 ആണ് വരിക. അപ്പോൾ -1 ആണ് വരിക. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, ഇത് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ആൻസർ എത്ര വരും, 1 വരും. ശരിയല്ല. അപ്പോൾ നമുക്ക് 2 എലമെൻറ്റ് കിട്ടി. ഏതൊക്കെ, 4 കിട്ടി, 1 കിട്ടി. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, -1 എടുക്കണം, ഇതെടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യണം. ബാക്കി കിട്ടുന്ന ആൻസർ എത്രയാണ്, 4. ശരിയല്ലേ. 4ൻ്റെ വാല്യൂ ആണെന്ന് നമ്മൾ ഇതാണ് എടുത്തത്. അപ്പോൾ ഇത് 2 ആണ്. അപ്പോൾ 2 ആയതുകൊണ്ട് തന്നെ 3 ആണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ആൻസർ എത്ര വരും, -4. അല്ല, -4 അല്ല, നമ്മൾ 3 അല്ല വരിക. ഇതല്ലേ നമ്മൾ ഇതെല്ലാം ഇൻവെർട്ട് ചെയ്ത്, അപ്പോൾ 3 അല്ല ആൻസർ വരിക. അപ്പോൾ -3. ശരിയല്ലേ. ഇനി ഇതേപോലെ തന്നെ ഇതെടുക്കണമെങ്കിൽ ഇതും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര വരും, 2 വരും. 2 അഡ്ജോയിൻ്റ് ആണ് നോക്കുക. മൈനർ കിട്ടി. കോഫാക്ടർ ആണെങ്കിൽ 2 2 ആണ്. അപ്പോൾ എന്ത് വരും, -1 വരും. അപ്പോൾ കറക്റ്റ് ആൻസർ തന്നെയാണ് വരിക. അപ്പോൾ 2 തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി, 4 1 -2 കിട്ടി അല്ലേ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു, 2 3 -1 4 ആയിരുന്നു. നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു, 4 1 -3 2 ആണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കേണ്ട ശരിക്കും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അനലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിലാണോ ആൻസർ വരുന്നത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന എലമെൻറ്റുകളെ ഇൻ്റർചേഞ്ച് ചെയ്യുക, വെറുതെ ഇൻ്റർചേഞ്ച് ചെയ്യുക, എന്നിട്ട് ആൻസർ എഴുതുക. അപ്പോൾ ഇത് രണ്ട് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളെ ആൻസർ എന്താ വരിക, ഇവിടെ 4 എഴുതുക, ഇവിടെ 2 എഴുതുക. ഇനി ഇതും ഇൻ്റർചേഞ്ച് ചെയ്യുക, ഇതും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി, ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി, -1 3. ഒരു കാര്യം കൂടി ചെയ്യണം, ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ മാത്രമല്ല ചെയ്യേണ്ടത്, ഈ എലമെൻറ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ മാത്രമല്ല എഴുതേണ്ടത്, അതിൻ്റെ സൈൻ മാറ്റണം. എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ മാറ്റുക. അപ്പോൾ ഇത് -1 3 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ മാറ്റുക. ഇത് പ്ലസ് ആക്കുക, ഇത് മൈനസ് ആക്കുക. ആൻസർ എന്ത് കിട്ടി, 4 1 -3 2. ഇതല്ലേ ഇത് 4 1 -3 2. ഇങ്ങനെ ചെയ്താൽ മതി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ വെറുതെ മാറ്റി എഴുതുക മാത്രം ചെയ്യാത്തതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് സൈൻ മാറ്റം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ എലമെൻറ്റ്സ് നോക്കൂ, A11 A21 A21 A22. ഇത് നിങ്ങൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സൈൻ ചേഞ്ച് വരില്ല. പക്ഷേ ഇവിടെ ഈ 21 എന്ന് പറഞ്ഞാൽ 3 വരുന്നതുകൊണ്ട് -1 വരും. ഇതുപോലെ തന്നെ ഇവിടെയും -1 വരും. അതുകൊണ്ടാണ് ഇത് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സൈൻ ഇൻ്റർചേഞ്ച് നടത്തേണ്ടത്. ഇല്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളത് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, സൈൻ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ എഴുതുക, ഒരു ക്വസ്റ്റ്യൻ തരാം. 3 -2 1 4. ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എന്തായിരിക്കും, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുക, 4 3. ഇതും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ -2 1. ഇനി എന്ത് ചെയ്യണം, -2 1 ഇങ്ങനെയാണല്ലോ എഴുതി വെച്ചാൽ, ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇത് 4 ഇവിടെ 3 അല്ലേ. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സൈൻ മാറ്റിക്കുക, അതായിരിക്കും കുറച്ചുകൂടി. അപ്പോൾ -2 1 എന്ന് എഴുതുക, സൈൻ മാറ്റാൻ മറക്കരുത്. അപ്പോൾ ഇത് പ്ലസ്, ഇത് മൈനസ്. അപ്പോൾ ആൻസർ എത്ര വരും,
4 മൈനസ് 1 2 3. ഈ കിട്ടിയ സാധനമാണ് എന്ത് മെട്രിക്സ്? കോഫാക്ടർ മെട്രിക്സ്. ക്ലിയർ? ഇതൊരു 2/2ൻ്റെ കോഫാക്ടർ മെട്രിക്സ് ആണിത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് കാണുക. ഇനി അടുത്തത് അഡ്ജോയിൻ്റ് മെട്രിക്സ് എന്താണെന്ന് നോക്കാം. അഡ്ജോയിൻ്റ് മെട്രിക്സ്. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് നമുക്ക് കിട്ടി, ശരിയാണല്ലോ? ഈ കോഫാക്ടർ മെട്രിക്സ് എന്താണോ കിട്ടിയത് അവിടെ തന്നെ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജോയിൻറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ നേരത്തെ അഡ്ജോയിൻറ്റ് മെട്രിക്സ് എത്രയായിരുന്നു? തൊട്ട് മുന്നത്തെ പ്രോബ്ലം നോക്കൂ. 4 മൈനസ് 1 2 3. ഇതായിരുന്നു നിങ്ങളുടെ അഡ്ജോയിൻറ്റ് മെട്രിക്സ്, ശരിയാണല്ലോ? നിങ്ങൾക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 4 മൈനസ് 1 2 3ൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ റിസൾട്ട് എന്താ വരിക? സോറി, അഡ്ജോയിൻ്റ് അല്ല, ഇത് കോഫാക്ടർ ആണ് അല്ലേ? അപ്പോൾ അഡ്ജോയിൻ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇതെന്ത് ചെയ്യുക? ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? ട്രാൻസ്പോസ് ചെയ്യുക വെച്ചാൽ ഇതെടുത്തിട്ട് ഇപ്പുറത്ത് എഴുതുക. അപ്പോൾ 4 2 ഇത് മൈനസ് 1 3. ദിസ് ഈസ് യുവർ അഡ്ജോയിൻ്റ് മെട്രിക്സ്. ദിസ് ഈസ് യുവർ അഡ്ജോയിൻ്റ് മെട്രിക്സ്. ക്ലിയർ? അപ്പോൾ കിട്ടിയ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അഡ്ജോയിൻ്റ് കിട്ടും. മനസ്സിലായി? അതാണ് അഡ്ജോയിൻ്റ് മെട്രിക്സ്. ഇനി അടുത്തത് ഇതുപോലെ സാധനമുണ്ട്, ഇൻവേഴ്സ് മെട്രിക്സ്. ഇൻവേഴ്സ് മെട്രിക്സ് അതെന്താണെന്ന് നോക്കാം. ഇൻവേഴ്സ് മെട്രിക്സ് നമ്മൾ എ ഇൻവേഴ്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം എ ഇൻവേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമുക്ക് കിട്ടിയ അഡ്ജോയിൻ്റ് മെട്രിക്സ് ഇല്ലേ, അത് ഇവിടെ എങ്ങനെ എഴുതി വയ്ക്കുക? ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ കാണാം. ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. അതിനെ കൊണ്ട് ആ കിട്ടിയ അഡ്ജോയിൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ കാര്യം. ക്ലിയർ ആയി? അപ്പോൾ 3 ടേമുകളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? കോഫാക്ടർ മെട്രിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ചോദ്യം ഉറപ്പാണ് കേട്ടോ. കോഫാക്ടർ മെട്രിക്സ്, അഡ്ജോയിൻ്റ് മെട്രിക്സ്, ഇൻവേഴ്സ് മെട്രിക്സ്. ക്ലിയർ? ഡയറക്റ്റ് ഒരു ചോദ്യം, ഇൻവേഴ്സ് മെട്രിക്സ് ഓഫ് 1 2 4 9. ഞാൻ ഇനി എന്ത് ചെയ്യില്ല, ഓരോ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാനും ഇതൊന്നും പറയില്ല, ഡയറക്റ്റ് ആൻസറിലേക്കാണ് പോവുക. ആദ്യം എഴുതേണ്ട സാധനം എന്താണ് ഇൻവേഴ്സ് എന്ന് ഇവിടെ എഴുതി വയ്ക്കുക. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർമുല എഴുതി വയ്ക്കുക. അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ കാണേണ്ട കാര്യമാണ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്നാണ് കാണേണ്ടത്. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് അല്ലേ? അപ്പോൾ ആദ്യം കാണേണ്ട കാര്യമാണ് കോഫാക്ടറിനെ കാണണം. അപ്പോൾ കോഫാക്ടറിനെ ഇത് ഈ ഓർഡറിൽ പോയാൽ ഒരിക്കലും തെറ്റൂല കേട്ടോ. കാരണം ആദ്യം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എഴുതുക. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് ആദ്യം എഴുതുക. ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് ഏതാണല്ലോ എളുപ്പവഴി പറഞ്ഞു. ഇത് രണ്ടും എന്ത് ചെയ്യുക? ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇതും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇൻ്റർചേഞ്ച് ചെയ്തതിന് ശേഷം സൈൻ മാറ്റുക. കഴിഞ്ഞു. കോഫാക്ടർ മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് മെട്രിക്സ് കാണാം. കൃത്യമായിട്ട് ചെയ്താൽ ഇതൊരിക്കലും തെറ്റില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറയുന്നത്. തെറ്റാതിരിക്കാനാണ് കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ ചെയ്താൽ ഒരിക്കലും തെറ്റില്ല. ഓക്കെ, അപ്പം അഡ്ജോയിൻ്റ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന സാധനമാണെന്ത്? സോറി, നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടി. ഇനി അഡ്ജോയിൻ്റ് കിട്ടും. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? 9 മൈനസ് 2 ഇതെടുത്ത് ഇവിടെ എഴുതുക, ഇതെടുത്ത് ഇവിടെ എഴുതുക. -4 1. അപ്പോൾ അഡ്ജോയിൻ്റ് മെട്രിക്സും കിട്ടി. ഇനി ഇൻവേഴ്സ് എങ്ങനെ കാണും? ഈ അഡ്ജോയിൻ്റ് മെട്രിക്സിന് ഇവിടെ എഴുതി വയ്ക്കുക. 9 മൈനസ് 2 -4 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ കാണാം. ഈ തന്നതാണ് എ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 മൈനസ് 8 1. അപ്പോൾ ഡിവൈഡ് ബൈ 1. 1 എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ എന്ത് തന്നെയാണ്? 9 മൈനസ് 2 -4 1. ദിസ് ഈസ് യുവർ ആൻസർ. ക്ലിയർ? ഒരു പ്രോബ്ലം കൂടി ചെയ്തു തരാം. ഇൻവേഴ്സ് ഓഫ് 3041 ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആദ്യം കോഫാക്ടർ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാം. ആദ്യം കോഫാക്ടർ മെട്രിക്സ് ആണ് കാണേണ്ടത്. എന്ത് കോഫാക്ടർ? ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇവിടെയും ഇൻ്റർചേഞ്ച് ചെയ്യുക, സൈൻ മാറ്റുക. -0 ആകുമ്പോൾ സൈനിന് പ്രശ്നമൊന്നുമില്ല. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോസ് കാണാം. 1 0 -4 3. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജോയിൻ്റ് ഓഫ് എ
അഡ്ജോയിൻ്റ് ഓഫ് എ അങ്ങനെ ഡിറ്റർമിനൻറ്റ് എ കാണാം. ഡിറ്റർമിനൻറ്റ് എ എന്ന് പറയുന്ന സാധനം എത്രയാണെന്ന് ഇവിടെ നോക്കിയാൽ കിട്ടും. ഇറ്റ് ഈസ് 3 - 0, ആൻസർ ഈസ് 3. അപ്പോൾ നമ്മളിവിടെ ഡിറ്റർമിനൻറ്റ് ഓഫ് എന് പകരം എത്ര എഴുതണം? നമ്മളിവിടെ 3 എന്ന് എഴുതണം അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? യു വിൽ ബി ഗെറ്റിംഗ് 1/4, 0, -4/3, 1. സോ ദിസ് ഈസ് യുവർ ഇൻവേഴ്സ് മെട്രിക്സ്. ക്ലിയർ? ഏതാണ്? 1/3, 0, -4/3, 1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഇൻവേഴ്സ് പ്രോബ്ലങ്ങൾ കാണേണ്ടത്. ഓക്കെ, ഇത് 2/2 ആണെങ്കിൽ നമ്മൾ 3/3 ചെയ്യും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ ഇൻവേഴ്സ് കാണുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു അല്ലേ. ഇനി ഇതുപോലെ നമുക്ക് തേർഡ് ഓർഡറിൻ്റെ ഇതുപോലെ ഇൻവേഴ്സ് കാണുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പം സെക്കൻഡ് ഓർഡർ വളരെ എളുപ്പമാണ്, നമ്മളത് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഇതുപോലെ തേർഡ് ഓർഡറിൻ്റെ ഇൻവേഴ്സ് കാണണം, അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയൊരു റിസൾട്ട് നിങ്ങൾ എഴുതി വെച്ചോ. എ ബിൻ്റെ ഹോൾ ഇൻവേഴ്സ് കാണുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓക്കെ, എ ബി ഹോൾ ഇൻവേഴ്സ് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണെന്ന് ഓർക്കാം. ക്ലിയർ? അതൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഇനി നമ്മൾ പറഞ്ഞു 3 ടേം ഉള്ളതിൻ്റെ ഇൻവേഴ്സ് കാണണം അല്ലേ. അപ്പോൾ 1, 0, 2, 2, 1, 0, 3, 2, 1. ഇതാണ് പ്രോബ്ലം. ഇതാണ് എ. ഇതിൻ്റെ എ ഇൻവേഴ്സ് കാണണം. മെത്തഡൊക്കെ സെയിം ആണ്. എന്താണ്? അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ നമുക്ക് ഇവിടുന്ന് കാണാൻ പ്രശ്നമല്ല. അഡ്ജോയിൻ്റ് ഓഫ് എ കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഡിറ്റർമിനൻ്റ് എ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എന്താ? 1 × 1 - 0, -0 തന്നെയാണ്, അപ്പോൾ 0 തന്നെ വരിക, പ്ലസ് 2 × 4 - 3. സോ 1 + 2, ആൻസർ 3. ഡിറ്റർമിനൻ്റ് കിട്ടി. അഡ്ജോയിൻ്റ് കാണണം. അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് എലമെൻ്റ് എടുക്കണം, എന്നിട്ട് ഡിലീറ്റ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? കാണണം അല്ലേ. അപ്പോൾ ആദ്യം ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് A11 ആണെന്ന് ഓർക്കണം. ഇനി അഡ്ജോയിൻ്റ് ഡിഫറൻസ് ആദ്യം നമ്മുടെ കോഫാക്ടർ കാണണം അല്ലേ. അപ്പോൾ കോഫാക്ടർ കാണുമ്പോൾ എന്ത് ചെയ്യണം? 1 - 0. അപ്പോൾ 1 തന്നെ ഇവിടെ സൈൻ ചേഞ്ച് ഉണ്ടോ? ഇല്ല, 1. അടുത്തത് ഈ 1, 2, 2 എടുക്കുക. 1, 2, 2 എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് കാണും. അപ്പോൾ 2 - 0. അപ്പോൾ 2 തന്നെയാണ്, പക്ഷേ സൈൻ ചേഞ്ച് ഉണ്ട്. അപ്പോൾ എന്ത് വരും? -2 വരും. ശരിയല്ലേ? അടുത്തത് പിന്നെ ഈ ടേം എടുക്കുക. A2 സോറി, ഇത് A12 അല്ലേ. അടുത്ത A13 എടുക്കുക. അപ്പോൾ ഇതെടുക്കുക, ഇത് ഡിലീറ്റ് ചെയ്യുക, ഇത് വരും. അപ്പോൾ 4 - 3, 1. സൈൻ ചേഞ്ച് ഒന്നും ഇല്ല, 1ഉം 3 അല്ലേ. അടുത്തത് ഈ എലമെൻ്റ് എടുക്കുക, ഇതെടുക്കുക, ഇത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 0 - 4. അപ്പോൾ എത്ര വരും? -3. പക്ഷേ ഇവിടെ A21 ആണ്, അതുകൊണ്ട് സൈൻ ചേഞ്ച് വരണം. അപ്പോൾ എന്ത് വരും? -4 തന്നെ വരും അല്ലേ. അടുത്തത് ഈ എലമെൻ്റ് എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇത് എടുക്കുക അല്ലേ. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? യു വിൽ ബി ഗെറ്റിംഗ് വാട്ട്? യു വിൽ ബി ഗെറ്റിംഗ് 1 - 6. അപ്പോൾ എത്ര കിട്ടും? -5. സൈൻ ചേഞ്ച് വരില്ല, കാരണം A22 ആണ് എലമെൻറ്റ് അല്ലേ. അടുത്തത് ഇതുപോലെ തന്നെ 0 ആണ് ടേം. അപ്പം ഇതെടുക്കുക, ഇതും ഡിലീറ്റ് ചെയ്യുക, ഇതും ഡിലീറ്റ് ചെയ്യുക, ഇതും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 1, 0, 3, 2 കിട്ടി അല്ലേ. അപ്പോൾ 2 - 0, 2 ആണ് കിട്ടുക, പക്ഷേ സൈൻ ചേഞ്ച് വരും, കാരണം ഇവിടെ 2, 3 ആണ്, -2. അടുത്ത് ഇതെടുക്കുക, ഇതും ഡിലീറ്റ് ചെയ്യുക, ഇത് 0. അപ്പോൾ 0 - 2. അപ്പോൾ എന്ത് വരും? 0 - 2 വരും അല്ലേ. 0 - 2 അല്ല, സോറി, ഇതല്ലേ വരുന്നത്. അപ്പോൾ 0 - 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതല്ലേ മെട്രിക്സ് വരുന്നത്? 0, 2, 1, 0. അപ്പോൾ -2 വരും അല്ലേ. അപ്പോൾ -2 നമുക്ക് വരുമ്പോൾ എത്ര വരും? -2 കിട്ടും. ശരിയല്ലേ. അടുത്തത് ഇതുപോലെ ഇതെടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? -4 കിട്ടും. -4, പക്ഷേ ഇവിടെ സൈൻ ചേഞ്ച് വരും. 3, 2 അല്ലേ. അപ്പം 4 വരും. അടുത്ത് ഇതാകുമ്പോൾ 1 - 0, 1 നമുക്ക് സൈൻ ചെയ്തു. അപ്പം മെട്രിക്സ് അഡ്ജോയിൻ്റ് കിട്ടി. ഏതാണ്? 1 - 2, 1, 4 - 5, -2, -2, 4, 1. ശരിയല്ലേ. ഇനി സോറി, അഡ്ജോയിൻ്റ് അല്ല, നമുക്കിപ്പം കിട്ടിയത് കോഫാക്ടറാണ് കിട്ടിയത്. കോഫാക്ടർ കിട്ടി. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ട്രാൻസ്പോസ് കാണാം. അപ്പോൾ 1, 4, -2, -2, -5, 4, 1, -2, 1. നമുക്ക് എന്ത് ചെയ്തു? അഡ്ജോയിൻ്റ് ഓഫ് കിട്ടി. ഇനി എ ഇൻവേഴ്സ് എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് ഈ കിട്ടിയ അഡ്ജോയിൻറ്റിനെ ഈ ഡിറ്റർമിനൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും കൊണ്ട് 1/3 ഉണ്ട്. അപ്പോൾ 1/3, 4/3, -2/3,
-2/3 -5/3 4/3 1/3 -2/3 1/3. ക്ലിയർ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. ഇതാണ് 3/3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പം ഇതിൽ അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ 3/3 മെട്രിക്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊന്നും നടപടിയാവുന്ന കാര്യമല്ല പരീക്ഷ ഹോളിൽ. കാരണം എന്തായാലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ തെറ്റും. ശരിയല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെറിയൊരു മെത്തേഡ് പറഞ്ഞു തരാം. നിങ്ങൾ ആ മെത്തേഡ് ഒന്ന് നോക്കൂ. ഓക്കെ, ആ മെത്തേഡിന് വേണ്ടി ഞാൻ എടുക്കുന്ന എലമെൻസുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക. 1 2 1 2 1 3 1 1 2. ക്ലിയർ? ഇതിൻ്റെ നമ്മൾക്ക് ആദ്യം കോഫാക്ടർ മെട്രിക്സ് ആണ് കാണേണ്ടത്. അതിന് നമുക്ക് കിട്ടുന്ന കോഫാക്ടർ ആയിരിക്കും. ഇതിൻ്റെ കോഫാക്ടർ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഇതിനെ കുറച്ച് നീട്ടി എഴുതുക. എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ 1 2 1 2 1 3 1 1 2 അല്ലേ? ഇവിടെയും അത് തന്നെ എഴുതുക. 1 2 1 2 1 3 1 1 2. വീണ്ടും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. 1 2 1 2 1 3 1 1 2. ഇവിടെ അത് എഴുതുക. 1 2 1 2 1 3 1 1 2. അപ്പം ഇത്രയും സമയം പ്രാവശ്യം എഴുതുക. നിങ്ങൾ 3 പ്രാവശ്യം എഴുതുന്നവരെ 12 സാധനം എടുത്ത് എലമെൻറ്റ്സ് എടുത്ത് എഴുതുക. ക്ലിയർ? ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡിലീറ്റ് ദീസ് എലമെൻറ്റ്സ്. ഈ എലമെൻറ്റും ഈ അറ്റത്തുള്ള ഈ എലമെൻറ്റുകളെ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പം ബാക്കിയുള്ള എലമെൻറ്റുകളെ മാത്രം എഴുതുക. ബാക്കിയുള്ള മാത്രം എലമെൻറ്റുകളെ ഒന്നെങ്കിൽ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ളത്? 1 3 2 1 1 2 1 1 2 1 1 2 1 3 2 1 അല്ലേ? അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ എഴുതുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നോക്കുക. ഇത് രണ്ടും നമ്മൾ സാധാരണ മെട്രിക്സ് ഡിഫറൻസ് കാണാം. അപ്പോൾ 1 × 2 2 - 3. അപ്പോൾ 2 - 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -1. അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതേ എലമെൻറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ എലമെൻറ്റ് കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക. പിന്നെ ഇതേ എലമെൻറ്റ് വെച്ച് തന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ. അപ്പോൾ 1 × 1 -2. അപ്പോൾ 1 - 2 -1. ഇതേ എലമെൻ്റ് ആണ് നോക്കുക. 1 × 1 -1 × 1. അപ്പോൾ എത്ര കിട്ടി? യു വിൽ ബി ഗെറ്റിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയല്ല, ഈ സെക്കൻഡ് എലമെൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് എന്താണ്? 2 - 3. അവിടെ എഴുതി തരാം, എന്നാൽ പിന്നെ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ എഴുതി തരാം. ഓക്കെ, കുറച്ചും കൂടി ബെറ്റർ ആവും. ആദ്യത്തെ എലമെൻറ്റ് ഇത് തന്നെ എടുക്കുക. അപ്പോൾ 2 - 3 അവസ്ഥ എലമെൻറ്റ്. രണ്ടാമത്തെ എലമെൻറ്റ് ഈ അടുത്ത ടേം തന്നെ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരും? 3 - 4. ഇതാ ഇത് 3, ഇത് -4. അടുത്തത് ഇത് ഇങ്ങനെ. അപ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ 2 - 1 2 - 1. അടുത്തത് ഈ ടേം വരുമ്പോൾ എന്ത് ചെയ്യണം? 1 - 4 1 - 4. അടുത്തത് 2 - 1 2 - 1. അടുത്തത് 2 - 1 അഗെയിൻ 2 - 1. അടുത്തത് ഇതിൽ വരുമ്പോൾ 6 - 1. അടുത്തത് 2 - 3. അടുത്തത് 1 - 4. 3 എലമെൻറ്റ് കിട്ടിയില്ലേ? ഇത് മാത്രം മതി. ഈ കിട്ടുന്ന സാധനമാണ് നിങ്ങളുടെ എന്ത്? കോഫാക്ടർ മെട്രിക്സ്. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യണം? 2 - 3 എന്ന് പറഞ്ഞാൽ -1 -1 1 -3 1 1 5 -1 -3. ദിസ് ഈസ് യുവർ കോഫാക്ടർ മെട്രിക്സ്. ഇനി ഇതിൻ്റെ അഡ്ജോയിൻ്റ് ആണ് പ്രശ്നമില്ല. ഇതിൻ്റെ അഡ്ജോയിൻ്റ് എങ്ങനെ കാണും? ഈ കോഫാക്ടറിനെ ട്രാൻസ്പോസ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അഡ്ജോയിൻ്റ് കിട്ടും. പിന്നെ ഇൻവേഴ്സിലേക്ക് അങ്ങനെ അങ്ങ് പോവാം. ക്ലിയർ? അപ്പോൾ മറ്റേതിനെക്കാട്ടിയും കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡും കുറച്ചും കൂടി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് കാരണം കൺഫ്യൂഷൻസ് ഒഴിവാകും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻസ് ഒഴിവാകുന്നതുകൊണ്ട് തന്നെ നമുക്കെന്താണ് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി കോഫാക്ടർ കാണാൻ എളുപ്പമുള്ള മെത്തേഡെന്ന് തോന്നുന്നു. നിങ്ങൾ മറ്റു മെത്തേഡുകളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഏതിനെക്കുറിച്ച് പറയാൻ, നമ്മൾ ഇൻവേഴ്സ് കാണുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ.
അപ്പോൾ കോഫാക്ടർ കാണാനുള്ള രണ്ട് മെത്തേഡിൽ സെക്കൻഡ് മെത്തേഡ് പ്രിഫർ ചെയ്തോ, അതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ കോഫാക്ടർ കണ്ടത് പിന്നെ അഡ്ജോയിൻറ്റ് കാണാൻ വേറെ പ്രശ്നമൊന്നുമില്ല, ഇനി ട്രാൻസ്പോസ് എടുത്താൽ മതി. ഇൻവേഴ്സ് കാണാൻ എന്ത് ചെയ്യാം, അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തും കിട്ടും, ഇൻവേഴ്സും കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ടെർമിനോളജി അല്ലെങ്കിൽ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് by finding inverse of the coefficient matrix. Okay, coefficient matrix inverse കണ്ടിട്ടുള്ള സൊല്യൂഷൻസിൻ്റെ സിസ്റ്റം. ക്ലിയർ? ലെറ്റ് a1x plus b1y plus c1z equal to d1, a2x plus b2y plus c2z equal to d2, a3x plus b2y plus c2z equal to d3. ഓക്കെ, ഇത് 3 ആണ്, എ b3 c3. ക്ലിയർ? അപ്പം ഇതിൻ്റെ മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? നമ്മൾ ആദ്യം ഈ എക്സിൻ്റെ എലമെൻസുകൾ എഴുതുക. a1 b1 c1, a2 b2 c2, a3 b3 c3 ഇൻറ്റു ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എക്സ് വൈ സെഡ് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു d1 d2 d3. ശരിയല്ലേ? ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ, ഇതിനെ നമ്മൾ മെട്രിക്സ് എ ആയിട്ട് എടുക്കുക, ഇതിനെ എക്സ് എന്ന് എടുക്കുക, ഈക്വൽ ടു ഡി. അപ്പം നിങ്ങളുടെ പുതിയ മെട്രിക്സിൻ്റെ സൊല്യൂഷൻ പറഞ്ഞാൽ എ എക്സ് ഈക്വൽ ടു ഡി. നമുക്ക് എക്സ് ആണല്ലോ കാണേണ്ടത്, എക്സ് വൈ സെഡ് ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓഫ് ഡി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ? അപ്പോൾ എ ഇൻവേഴ്സ് കാണാൻ, എന്നിട്ട് ഡി എലമെൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് വൈ സെഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് വൈ സെഡിൻ്റെ നമ്മൾ വാല്യൂസ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓക്കെ, അപ്പം നേരത്തെ ചെയ്ത പോലെ ഇൻവേഴ്സ്, അപ്പോൾ ഏതൊരു എലമെൻറ്റ് എ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാമല്ലോ, അതുവഴി ഇൻവേഴ്സ് കാണാം. എന്നിട്ട് ഇവിടെ വരുന്ന ഈ എലമെൻറ്റുകളുടെ ഡി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രോബ്ലം നോക്കാം. എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 4, 2x പ്ലസ് വൈ മൈനസ് 3z ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 2. ഇത് നമ്മൾ എ പ്ലസ് എ സെഡ് എക്സ് ഈക്വൽ ടു സെഡ് നമ്മൾ ഫോർമാറ്റിൽ എഴുതുവാണെങ്കിൽ 1 മൈനസ് 1 2, 2 1 മൈനസ് 3 1 1 1 ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു 4 0 2 അല്ലേ. അപ്പോൾ ഇത് ഏത് ഫോമില? ഇതാണ് എ, ഇതാണ് എക്സ്, ഇതാണ് ഡി. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു എന്താണ് ആൻസർ? എ ഇൻവേഴ്സ് ഡി. അപ്പോൾ ഈ എൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് കാണണം ആദ്യം, നേരത്തെ ചെയ്ത പോലെ. എന്നിട്ട് അത് എന്ത് ചെയ്യണം? ഈ സാധനം കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ആൻസറാണ് നമ്മുടെ എന്തിൻ്റെ ആൻസർ? എക്സ് വൈ സെഡ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഒരു പ്രാക്ടീസിന്. എ ഇൻവേഴ്സ് എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ 4 2 2 മൈനസ് 5 0 5 1 മൈനസ് 2 3 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ 10 ആണ് കിട്ടുന്നത്. അപ്പോൾ എ ഇൻവേഴ്സ് കിട്ടി. ഇനി ഇത് കഴിഞ്ഞ് എക്സ് എങ്ങനെ കാണും? ഈ എ ഇൻവേഴ്സ്, ഈ കിട്ടുന്ന ഈ എ ഇൻവേഴ്സ് ഇൻറ്റു ആരെ ചെയ്യുക? 4 0 2. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് എക്സ് വൈ സെഡ്. അങ്ങനെ കിട്ടുന്ന എക്സ് ആണ് 2, വൈ ആണ് -1, സെഡ് ആണ് 1. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ എക്സ് വൈ സെഡ്. പരീക്ഷ ഹോളിൽ ഈ സാധനമൊന്നും ചോദിക്കില്ല, കാരണം നിങ്ങൾക്ക് എക്സ് വൈ സെഡിൻ്റെ വാല്യൂ ഇവിടെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. മനസ്സിലായി? അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്ന് സൊല്യൂഷൻ ചെയ്യാത്തത്. ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എക്സ് വൈ സെഡ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ 3 ഓപ്ഷൻ ഉണ്ട്. ആ 3 ഓപ്ഷനിൽ എക്സും വൈ സെഡും എടുത്തോട്ട് ഈ 4 കിട്ടുകയാണെങ്കിൽ അതാണ് ആൻസർ. മനസ്സിലായി? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല, പക്ഷേ ഇങ്ങനത്തെ മെത്തേഡുകൾ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്, നമ്മൾ മെട്രിസസിൻ്റെ കാര്യത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇനിയും നമുക്ക് 2-3 കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്, അത് ഞാൻ എടുക്കാം. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്തോ. ഈ സാധനവും എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ നിങ്ങളോട് ഇതായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സിംഗുലാർ എന്നും
ഡിറ്റർമിനൻറ്റ് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി നോൺ സിംഗുലാർ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ സിംഗുലാർ ആണോ നോൺ സിംഗുലാർ ആണോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. ക്ലിയർ? അപ്പം ഇനി ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് ആണ്, ആഡപ്പ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ്റെ 2-3 ആഡപ്പ് പോയിൻറ്റുകൾ പറയാം. ഒന്നാമത്തെ പോയിൻ്റ്, ഒരു പ്രോഡക്റ്റ് എ ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി എ എക്സിസ്റ്റ് ചെയ്യണമെന്ന് ഈസ് നോട്ട് നെസസറി. ബി എ എക്സിസ്റ്റ് ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, ബി എ തന്നെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, എ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിൽ എയോ ബിയോ എന്താവണമെന്നില്ല, നൾ മെട്രിക്സ് ആവണമെന്നില്ല. അല്ലേ? എയും ബിയും 0 ആവണമെന്നൊന്നും ഇല്ലല്ലോ. എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടാറുണ്ട്. അപ്പോൾ എയോ ഓർ ബിയോ ഏതെങ്കിലും ഒന്നോ നൾ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമില്ല. അടുത്തൊരു പോയിൻ്റ്. ഓക്കെ, പ്രൂഫൊന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് ഒരു പോയിൻ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ അസോസിയേറ്റീവ് എന്ന് അറിയണം. ഇതാണ് അസോസിയേറ്റീവ്. എ ഇൻറ്റു ബി ഈക്വൽ ടു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി. അപ്പോൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ്. അതായത് എ ഇൻറ്റു ബി സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി, എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ഇനി മെട്രിസസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ്? എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. ക്ലിയർ? അതേപോലെ നമ്മൾ നേരത്തെ ഒരു വേറൊരു ഫോമിൽ റിസൾട്ട് പഠിച്ചിരുന്നത് എന്താണ്? എ ബി നോട്ട് ഈക്വൽ ടു എന്താണ്? ബി എ. അല്ലേ? അതാണ് അടുത്ത റിസൾട്ട്. ഇനി അടുത്തൊരു പോയിൻ്റാണ്, എ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ നമുക്കെന്താ ഇതിൻ്റെ പവറുകളെ കാണാം. അല്ലേ? എ സ്ക്വയർ കാണാം. അതുപോലെ എ ഇൻറ്റു എ സ്ക്വയർ ആണ് നമ്മുടെ എന്ത്? എ റേസ് ടു 3. അതുപോലെ എ റേസ് ടു 3 ഇൻറ്റു എ ആണ് നമ്മുടെ എന്ത്? എ റേസ് ടു 4. അങ്ങനെ അങ്ങ് പോകും. ക്ലിയർ? അതാണ് അടുത്ത ഒരു റിസൾട്ട്. ഇനി പറയാനുള്ള നെക്സ്റ്റ് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ട്രാൻസ്പോസ് പഠിച്ചിരുന്നു. അല്ലേ? ട്രാൻസ്പോസിലും കുറേ റിസൾട്ടുകൾ പഠിച്ചിരുന്നു. അതിൽ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് എ മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിൻ്റ് കൂടി ഓർക്കുക. പിന്നെ ഇങ്ങനെ ഒരു സാധനമൊക്കെ നിങ്ങൾക്ക് തന്ന് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എ ബി സി ഡി അപ് ടു സെഡ് അതിൻ്റെ മൊത്തത്തിലെ ട്രാൻസ്പോസ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതുക. അല്ലേ? എങ്ങനെ സെഡ് ട്രാൻസ്പോസ് ഇങ്ങനെ വന്ന് ഡി ട്രാൻസ്പോസ് സി ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് അങ്ങനെ അങ്ങ് പോകും. ക്ലിയർ? പിന്നെ നമ്മൾ സ്ക്യൂ സിമെട്രിക്കിൻ്റെ കാര്യം പഠിച്ചിരുന്നു. എന്താണ് സിമെട്രിക്കിൻ്റെ കാര്യം പഠിച്ചിരുന്നു. എന്താണ്? എ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു, നമ്മളിത് പഠിച്ചിരുന്നില്ലേ? എ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതിയിരുന്നല്ലോ. അല്ലേ? എ ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതിയിരുന്നു. അല്ലേ? അതാണ് ഒരു റിസൾട്ട്. പിന്നെ ഇനിയുള്ള ഒരു അഡീഷണൽ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ പഠിച്ചിരുന്നു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കും അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണെന്നും പഠിച്ചു. അല്ലേ? പിന്നെ സിംഗുലാറും നോൺ സിംഗുലാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പറയാം. 4 - 2 - 6 3 ഇതാണ് എ. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. എത്രയാണ്? 12 പ്ലസ് 12 അല്ല -12. അപ്പോൾ എത്ര കിട്ടി? 0. അപ്പോൾ ഇങ്ങനെ ഡിറ്റർമിനൻറ്റ് എ 0 കിട്ടുവാണെങ്കിൽ ഈ മെട്രിക്സ് എന്താണ്? സിംഗുലാർ മെട്രിക്സ് ആണ്. ക്ലിയർ? ഇനി ഇതുപോലെ അടുത്തൊരു എക്സാമ്പിൾ 4 - 7 5 - 3 ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുവാണെങ്കിൽ -12 പിന്നെ -12 പ്ലസ് 35 ഈക്വൽ ടു 23. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ മെട്രിക്സുകളെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ സിംഗുലാർ എന്ന് വിളിക്കാം. ക്ലിയർ? പിന്നെ ഒരു പോയിന്റ് കൂടി ഓർക്കുക, യൂണിറ്റ് മെട്രിക്സ് ഈസ് നോൺ സിംഗുലാർ. കാരണം യൂണിറ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. ഇവിടെ എന്നോ ബിന്നോ എന്ത് വേണമെങ്കിൽ ആവാം. അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തല്ല? 0 അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം? യൂണിറ്റ് മെട്രിക്സുകൾ എന്താണ്?
നോൺ സിംഗുലാർ ആണെന്ന് വിളിക്കാം. ശരിയല്ലേ? അടുത്ത ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻവേഴ്സിൻ്റെ 2-3 പ്രോപ്പർട്ടികളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവേഴ്സിൻ്റെ 2-3 പ്രോപ്പർട്ടികൾ നോക്കാം. ഓക്കെ, അപ്പം ഒരു സ്ക്വയർ മെട്രിക്സ് എ ഉണ്ട്, അടുത്തൊരു സ്ക്വയർ മെട്രിക്സ് ബി ഉണ്ട്. ഓക്കെ, ഇഫ് ദർ എക്സിസ്റ്റ് എ മെട്രിക്സ് എ ആൻഡ് അനദർ മെട്രിക്സ് ബി സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്നും പറഞ്ഞാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പറയാം then എ ഈസ് സെഡ് ടു ബി ഇൻവെർട്ടിബിൾ എന്ന് പറയാം. അതുപോലെ തന്നെ ബി ഈസ് കോൾഡ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയാം. ബി നമുക്ക് എന്താ പറയാം? ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയാം. ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. ക്ലിയർ? അപ്പോൾ നമുക്ക് പറയാം ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഏതാ കണ്ടീഷൻ? ഇഫ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണെങ്കിൽ നമുക്ക് പറയാം ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻവേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, അതുപോലെ സ്ക്വയർ മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു ഡെഫിനേഷൻ പറയാം, ഇഫ് ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ബി. കാരണം ഇത് എങ്ങനെ എഴുതിയാലും അപ്പുറത്തും ഇപ്പുറത്തും കറക്റ്റാണ്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം അല്ലേ? പിന്നെ ഒരു ഡെഫിനേഷൻ പറയാനുള്ളത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. ഓക്കെ, എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു ഐ. ഇതൊക്കെ ഒരു പ്രോപ്പർട്ടികളായിട്ട് ഇങ്ങനെ ചോദിക്കുകയുള്ളൂ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പഠിച്ചിരിക്കാൻ വേണ്ടി തരുന്നതാണ്. ഓക്കെ, സിമിലർലി എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? എ ആയിരിക്കും അല്ലേ? ഒരു ഇൻവേഴ്സിന് മറ്റേ ഇൻവേഴ്സ് എടുക്കും. പിന്നെ ഇൻവേഴ്സ് ഓഫ് യൂണിറ്റ് മെട്രിക്സ് ഈസ് ഇറ്റ് സെൽഫ്. യൂണിറ്റ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കുമല്ലോ. ഇൻവേഴ്സ് ഓഫ് യൂണിറ്റ് മെട്രിക്സ് ഈസ് ഇറ്റ് സെൽഫ്. അടുത്തൊരു പ്രോപ്പർട്ടി. പിന്നെ എ ബി ഹോൾ ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അതുപോലെ എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ് ആണ് കേട്ടോ. എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. ക്ലിയർ? അതുപോലെ നേരത്തെ എഴുതിയ പോലെ എ ബി സി അപ് ടു സെഡ് ഉണ്ട്, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക എന്നാണ് നേരെ തിരിച്ച് എഴുതുന്നത്. സെഡ് ഇൻവേഴ്സ് ഇത് ഇങ്ങനെ പോയി സി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ക്ലിയർ? അതുപോലെ ഒരു കാര്യമാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, അതായത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ക്ലിയർ? ഇത്രയും റിസൾട്ടുകളാണ് ഇൻവേഴ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾക്ക് ഇനി അടുത്ത പറയാനുള്ളൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ എ ഇൻവേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെ കെ ഇൻറ്റു എ ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ബൈ കെ ഇൻറ്റു എ ഇൻവേഴ്സ്. അടുത്ത റിസൾട്ടാണ് കേട്ടോ. കെ ഇൻറ്റു എ ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ കെ ഇൻറ്റു എ ഇൻവേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അതൊരു പ്രൂഫൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അഡ്ജോയിൻറ്റിൻ്റെ ഒരു 2-3 റിസൾട്ടുകളുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അഡ്ജോയിൻറ്റിൻ്റെ ഒരു 2-3 റിസൾട്ടുകളുണ്ട്, അത് നോക്കാം. അഡ്ജോയിൻറ്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കെ സ്ക്വയർ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. ഫസ്റ്റ് റിസൾട്ട്. ഓക്കെ, അഡ്ജോയിൻറ്റ് ഓഫ് കെ എ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. അതുപോലെ adjoint of AB is equal to adjoint of B into adjoint of A. ഇതൊക്കെ റിസൾട്ട് പോലെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ അങ്ങനെ ചോദിക്കുകയുള്ളൂ. ഇതൊക്കെ റിസൾട്ട്സ് ആയിട്ട് തന്നെയാണ് ചോദിക്കുക. ക്ലിയർ? അതേപോലെ റിസൾട്ട് മോഡുലസ് ഓഫ് കെ എ ഈക്വൽ ടു ഈ റിസൾട്ടിൻ്റെ പ്രത്യേകത എ എന്ന് പറഞ്ഞാൽ 3/3 ഓർഡർ ആവണം. അതുപോലെ ഈ പറയുന്ന സാധനത്തിൻ്റെയും എൻ്റെ ഓർഡർ എന്തായിരിക്കണം? 3/3 ആവണം. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് കെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കെ ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ.
ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ 3/3 ഓർഡർ ആണെങ്കിൽ k⁻3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ, അതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമ്മളെ ഡിറ്റർമിനൻറ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിറ്റർമിനൻറ്റ് ഇങ്ങനെയും പറയാം നമുക്ക്, ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എ ഈക്വൽ ടു k⁻3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ. അതായത് ഇഫ് എനി 3/3 മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, 3/3 മെട്രിക്സ് ആണെങ്കിൽ ഇതാണ് അതിൻ്റെ ആൻസർ. ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ k⁻3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ. കെ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി, നമ്മുടെ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതേപോലെ ഡിറ്റർമിനൻ്റ് അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എ ബി. ഓക്കെ, ഇതാണ് അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടികൾ ഇവിടെ വരെയായിരുന്നു. ഇത് ഞാൻ പറയുന്നതൊക്കെ ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. ക്ലിയർ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകൾ എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക കേട്ടോ. അത്രയും പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും ഒരു കാര്യം എന്തായാലും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ഇൻവേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ആ സൊല്യൂഷൻ കാണുന്നതൊക്കെ പറഞ്ഞു അല്ലേ. ആ സൊല്യൂഷനൊന്നും അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ സൊല്യൂഷൻ വെറുതെ നിങ്ങൾ അതിന് കുറേ സമയം കളയണ്ട. കാരണം ഞാൻ പറഞ്ഞു ആ വാല്യൂകൾ അപ്പുറത്തെടുത്ത് ഇട്ട് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം വെറുതെ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എടുത്ത് കുറേ സമയം കളയണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞ ഈ അഡ്ജോയിൻറ്റിൻ്റെ ഇൻവേഴ്സിൻ്റെയും നമ്മുടെ ഫോർമുലകൾ അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെയും ഫോർമുലകൾ ഞാൻ ഒന്നും കൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് തരാം. ഒന്നാമത്തെ ഫോർമുല ഡിറ്റർമിനൻറ്റിനെ വെച്ചിട്ട് പറയുവാണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് ഐ യൂണിറ്റ് ആണെങ്കിൽ 1, ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി കേട്ടോ. ഡിറ്റർമിനൻ്റ് ഓഫ് a⁻t എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ തന്നെയാണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. ക്ലിയർ? ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. ക്ലിയർ? ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് സി എ അല്ലെങ്കിൽ കെ എ നമ്മൾ പറയാറില്ലേ. അപ്പോൾ കെ എ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി c⁻n, എത്ര ആണോ ഓർഡർ അതനുസരിച്ച്. ഓക്കെ, അപ്പോൾ c⁻n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓക്കെ, സ്കീ എന്ന് പറഞ്ഞാൽ സ്കെയിലാറാണ്. ക്ലിയർ? പിന്നെ ഉള്ള സിംഗുലാർ നോൺ സിംഗുലാർ പറഞ്ഞു അല്ലേ. മോഡുലസ് ഓഫ് എ ഈക്വൽ ടു സിംഗുലാർ ആണെങ്കിൽ സിംഗുലാർ, മോഡുലസ് ഓഫ് എ നോട്ട് ഈക്വൽ ടു നോൺ സിംഗുലാർ. ഇനി നമ്മൾ അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. അഡ്ജോയിൻറ്റ് ഓഫ് എ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഹോൾ റേസ് ടു n-1. ഓക്കെ, അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഹോൾ റേസ് ടു n-1. ഇനി അടുത്തത് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. ഓക്കെ, പിന്നെ അഡ്ജോയിൻറ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് ബി ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ. ക്ലിയർ? ഇനി അടുത്ത് ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ നമ്മൾ പഠിച്ചു. അതുപോലെ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. അതുപോലെ എ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ആണ്. അതുപോലെ എ ബിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. സിമിലർലി അഡ്ജോയിൻറ്റ് ഓഫ് എൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻവേഴ്സ്. ഓക്കെ, അതുപോലെ എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. ക്ലിയർ? ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾക്ക് ഏതിൽ പഠിക്കാനുള്ളത്, നമ്മളുടെ മെട്രിക്സുകളിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഒരു 2 പോയിൻറ്റും കൂടി ഉണ്ട്, 2-3 പോയിൻറ്റും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മെട്രിക്സുകൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഒന്നാണ് ഹെർമീഷ്യൻ മെട്രിക്സ്. ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി, അത്രേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, എങ്ങാനും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഹെർമീഷ്യൻ മെട്രിക്സ് അല്ലെങ്കിൽ സെൽഫ് അഡ്ജോയിൻറ്റ് മെട്രിക്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഹെർമീഷ്യൻ മെട്രിക്സ് അല്ലെങ്കിൽ സെൽഫ് അഡ്ജോയിൻറ്റ് മെട്രിക്സ്? യു ക്യാൻ റൈറ്റ് യുവർ എ ട്രാൻസ്പോസിൻ്റെ കോംപ്ലിമെൻറ്റ്.
ഈക്വൽ ടു എ. ക്ലിയർ? ഇതാണ് ചോദ്യം. ഇത്രേ ചോദിക്കുള്ളൂ. ഇത്ര പഠിച്ചാൽ മതി കേട്ടോ. അതുപോലെ സ്ക്യൂ ഹെർമീറ്റിയൻ ഓർ ആൻറ്റി ഹെർമീഷ്യൻ. സ്ക്യൂ ഹെർമീഷ്യൻ എന്നോ ആൻറ്റി ഹെർമീഷ്യൻ മെട്രിക്സ് എന്നോ പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് -A. ഇത് മാത്രം അറിഞ്ഞാൽ മതി. നമ്മളൊരു കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യം വരുന്നില്ല. ക്ലിയർ? അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ആണെങ്കിൽ ഹെർമീഷ്യനും എ ട്രാൻസ്പോസിൻ്റെ കോംപ്ലിമെൻറ്റ് -A എന്ന് പറഞ്ഞാൽ സ്ക്യൂ ഹെർമീഷ്യനാണെന്ന് ഓർക്കാം. ഇതുപോലെ ഒരു സാധനം കൂടി പഠിക്കുക. ഐഡം പൊട്ടൻ്റ് എന്താണെന്ന് ചോദിക്കും. ഐഡം പൊട്ടൻ്റ് മെട്രിക്സ്. ഐഡം പൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A² = A. അതുപോലെ ഇൻവൊല്യൂട്ടറി മെട്രിക്സ് എന്താണെന്ന് ചോദിക്കാം. ഇൻവൊല്യൂട്ടറി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A² = I. ക്ലിയർ? അപ്പോൾ ഐഡം പൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ A² = A. അതുപോലെ ഇൻവൊല്യൂട്ടർ എന്ന് പറഞ്ഞാൽ A² = I. ഇനി വേണമെങ്കിൽ നിൽ പൊട്ടൻ്റ് എന്താണെന്ന് ചോദിക്കാം. നിൽ പൊട്ടൻ്റ് എന്താണെന്ന് ചോദിക്കാം. അതാണ് A⁻m = 0. m എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് ആണ്. ഓക്കെ. അപ്പോൾ നിൽ പൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ A⁻m = 0. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് നോക്കുക. ഇനിയും കുറച്ച് അഡീഷണൽ പോയിന്റുകളോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തീർച്ചയായും അത് വരുന്ന ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ മെട്രിക്സിൽ ഒന്ന് നോക്കി പോവുക. റിസൾട്ടുകളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. അതിൻ്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ. താങ്ക് യു.